എല്ലാവർക്കും ശ്രീമാസിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിച്ച കുറേ ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ, ഷോർട്ട് കട്ട് മെത്തേഡ്സ്, ഷോർട്ട് കട്ട് ഫോർമുലാസ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മെഗാ റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 0.01 എത്ര കൊണ്ട് ഗുണിച്ചാൽ 0.0001 കിട്ടും? അതായത് 0.01 അറിഞ്ഞുകൂടാത്തോണ്ട് എക്സ് എന്നിട്ട് എക്സ് കൊണ്ട് ഗുണിച്ചാൽ 0.001 കിട്ടും. 0.0001 കിട്ടും. അപ്പൊ എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 0.0001 കൂടെ കിടക്കുന്ന 0.01 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് അംശത്തില് പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം, ഛേദത്തിൽ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. 4 സ്ഥാനം ആയതുകൊണ്ട് പോയിന്റ് മാറാൻ വേണ്ടി നമുക്ക് 10,000 ഇട്ട് ഗുണിക്കുക. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമാണെങ്കിൽ 100 ഇട്ട് ഗുണിക്കുക. 10,000 ഇട്ട് ഗുണിക്കുക. താഴെ മുകളിൽ ഒരുപോലെ വേണം ഗുണിക്കാൻ, വിലയ്ക്ക് വ്യത്യാസം വരരുത്. അതായത് ഈ മുകളില് 1നെ 10,000 ഇട്ട് ഗുണിക്കുക. അപ്പൊ 10,000 വരും. 4 സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ 1 വരും. അതിന്റെ പോയിന്റ് അങ്ങ് പോകും. പോയിന്റ് പോകാൻ വേണ്ടി നമ്മൾ 10,000 ഇട്ടത്. ഇനി 1ഉം 10,000 കൂടെ ഗുണിക്കുക. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമുണ്ട്. എന്നിട്ട് 2 സ്ഥാനം മാറ്റി കുത്തിടുക. അതായത് 1ഉം 10,000 കൂടെ ഗുണിച്ചാൽ 10,000. 1, 2 സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ നമുക്ക് 100 കിട്ടും. 1/100. 1/100 എന്ന് പറഞ്ഞാല് 1/10 ആണ് പോയിന്റ് 1. 1/100 ആണ് പോയിന്റ് 01. 1/1000 ആണെങ്കിൽ പോയിന്റ് 001. അപ്പൊ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഈ 1 അങ്ങ് ഇടുക. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വേണം. ഇവിടെ ഒരു സ്ഥാനം ഉണ്ടായതുകൊണ്ട് ഒരു 0യും കൂടെ ഇട്ട് കൊടുത്തു. അപ്പൊ 0.01 വരും. അതായത് 0.01. ഓപ്ഷൻ സി ആണ് ഉത്തരം. 0.01 ഇൻറ്റു എന്തുകൊണ്ട് ഗുണിച്ചപ്പോഴാണ് അറിയാത്തതുകൊണ്ട് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ഇൻറ്റു എക്സസ് ആണ് 0.0001. അപ്പൊ എക്സ് കാണാൻ കൂടെ കിടക്കുന്ന 0.01 ഇട്ട് ഡിവൈഡ് ചെയ്യും. അതായത് 0.0001. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം, അംശത്തില് ഛേദത്തിൽ 2 സ്ഥാനം. പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം ആയതുകൊണ്ട് കൂടുതലുള്ളത് വേണം. 10,000 ഇട്ട് താഴെ മുകളിലും ഗുണിക്കുക. അതിന്റെ ദശാംശം മാറും. അപ്പൊ ഇതിനെ 1നെ 10,000 വെച്ച് ഗുണിക്കുക. 10,000 പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം ആകുമ്പോൾ 4 0. അതങ്ങ് പോയിന്റ് മാറും 10,000 വെച്ച് ഗുണിക്കുമ്പോൾ. ഇവിടെ അടിയില് 1ഉം 10,000 ഗുണിക്കുക. അപ്പൊ 10,000 കിട്ടും. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമേ വരാറുള്ളൂ. അപ്പൊ 2 സ്ഥാനം 100.00 എന്ന് വരും. അപ്പൊ 100 1/100 എന്ന് പറഞ്ഞാൽ 0.01. 1/10 ആണെങ്കിൽ 0.1. 1/100 ആണെങ്കിൽ 0.01. 1/1000 ആണെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം 0.001. ഇവിടെ 1/100 ആണ്, 0.01 ആണ്. അതായത് 0.01. ഓപ്ഷൻ സി ആണ് ഉത്തരം. സ്ക്വയർ റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനമുണ്ട്. അപ്പൊ നേരെ പകുതി സ്ഥാനം നമ്മുടെ ആൻസറിൽ ഉണ്ടാകും. റൂട്ടങ്ങ് എഴുതുക. 81ന്റെ റൂട്ട് 9. അപ്പൊ ഒരു സ്ഥാനം ഉള്ളതുകൊണ്ട് ഒരു പോയിന്റും 0യും കൂടി ഇട്ട് കൊടുത്തു. അപ്പൊ 2 സ്ഥാനം വരണം. 4ന്റെ നേരെ പകുതി നമ്മുടെ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. സ്ക്വയർ റൂട്ട് ഓഫ് 81ന്റെ റൂട്ട് എഴുതുക 9. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 6 സ്ഥാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൻസറിൽ 3 സ്ഥാനം, അതിന്റെ നേരെ പകുതി 6. ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളതുകൊണ്ട് 2 സ്ഥാനത്തിന് 0 ഇട്ട് കൊടുത്തു. 0.00. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനമുണ്ട് നമ്മുടെ ആൻസറിൽ. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് അതിന്റെ നേരെ പകുതി സ്ഥാനമേ ഉണ്ടാവും, 2 സ്ഥാനം. 625ന്റെ റൂട്ട് 25. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം വേണം? 4 സ്ഥാനം ആ റൂട്ടിനകത്തെങ്കിൽ നമ്മുടെ ആൻസറിൽ 2 സ്ഥാനം. ഇവിടെ 2 സ്ഥാനം ഉണ്ടായിട്ട് 0 കൊടുക്കണ്ട. ഇവിടെ 144ന്റെ റൂട്ട് അറിയും. 1 മുതൽ 20 വരെയുള്ള സ്ക്വയർ അങ്ങ് കാണാതെ പഠിക്കുക. അത് പഠിച്ചാൽ എളുപ്പമായിരിക്കും. 144ന്റെ റൂട്ട് 12. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം ഉണ്ടായിട്ട് നമ്മുടെ ഉത്തരത്തിൽ 2 സ്ഥാനമേ ഉണ്ടാകും. 0.12. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 6 സ്ഥാനമുണ്ട് സ്ക്വയർ റൂട്ടിനകത്ത്. അപ്പൊ നേരെ പകുതി സ്ഥാനം 3 സ്ഥാനം നമ്മുടെ ഉത്തരത്തിൽ കാണാം. 12 2 സ്ഥാനമേ ഉള്ളതുകൊണ്ട് ഒരു 0യും ഇട്ട് കൊടുത്തു. 0.012. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 8 സ്ഥാനമുണ്ട്. അപ്പൊ നമ്മുടെ ആൻസറിൽ സ്ക്വയർ റൂട്ട് കാണാൻ വരുമ്പോൾ ആൻസറിൽ അതിന്റെ നേരെ പകുതി 4 സ്ഥാനം ഉണ്ടാകും. 12 2 സ്ഥാനമുണ്ട്. 4 വേണ്ടത് 2 0യും ഇട്ട് കൊടുത്തു. പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം. ഇതിന്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് നോക്കാം. 3 എന്ന് പറഞ്ഞാൽ 2² - 1. ഇത് 4² - 1. 2 4 2 8. 8² - 1 വേണം ഇവിടെ വരാൻ. ഇവിടെ 16² - 1 ആണ്. 256 ൽ 1 പോകെ. ഇനി ഇത് 32² - 1 ആണ്.
1024 മൈനസ് 1 1023. അപ്പോൾ ഇവിടെ 2 സ്ക്വയർ 4 സ്ക്വയർ 8 സ്ക്വയർ 16 സ്ക്വയർ 32 സ്ക്വയർ. അപ്പോൾ ഇവിടെ എത്ര വരുന്നത്? 64 1 പോകണം. 63 ഇവിടെ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ 2 സ്ക്വയർ മൈനസ് 1 4 സ്ക്വയർ മൈനസ് 1 8 സ്ക്വയർ മൈനസ് 1 16 സ്ക്വയർ മൈനസ് 1 32 സ്ക്വയർ മൈനസ് 1 അങ്ങനെയാണ് ആ ശ്രേണി പോയിരിക്കുന്നത്. 2ന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കുക, 4ന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കുക, 4 2 8 8ന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കുക, 2 2 16 16ന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറച്ച് അങ്ങനെ ഈ ശ്രേണി പോയേക്കുന്നത്. പിന്നെ 16 2 32 32ന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കുക. ഇവിടെ 64 മൈനസ് 1 63 വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 ഇൻറ്റു 1 3 തവണ ഇൻറ്റു ചെയ്യുന്നത്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 2 ക്യൂബ് 8 3 ക്യൂബ് 27 3 ഗുണം 3 ഗുണം 3 4 ക്യൂബ് 64 5 ക്യൂബ് 125 6 ക്യൂബ് 216 7 ക്യൂബ് 343 8 ക്യൂബ് 512 9 ക്യൂബ് 729 10 ക്യൂബ് 1000. 1 മുതൽ 10 വരെയുള്ള ക്യൂബെങ്കിൽ ഹൃദയസ്ഥമാക്കി വെക്കുക, വൈകാട്ടാക്കി വെക്കുക. കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സ്പീഡിൽ നമുക്ക് എക്സാം ഹാളിൽ നിന്ന് പ്രോബ്ലങ്ങൾ ചെയ്യാൻ കഴിയും. അതുപോലെ 20 വരെയുള്ള സ്ക്വയർ, 1ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 9 അങ്ങനെ 20 വരെയുള്ള സ്ക്വയർ അതും വർഗം അതും കാണാതെ പഠിച്ചു വെക്കുക, വൈകാട്ടാക്കി വെക്കുക. ശ്രേണിയുടെ പ്രത്യേകത എങ്ങനെയാണെന്ന് നോക്കാം. 3 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ മൈനസ് 1, ഇത് 4 സ്ക്വയർ മൈനസ് 1 2 4 4 2 8 8 സ്ക്വയർ മൈനസ് 1 വേണം ഇവിടെ വരാൻ. ഇവിടെ 16 സ്ക്വയർ മൈനസ് 1 ആണ്, 256 1 പോകെ. ഇനി ഇത് 32 സ്ക്വയർ മൈനസ് 1 ആണ്, 1024 മൈനസ് 1 1023. അപ്പോൾ ഇവിടെ 2 സ്ക്വയർ 4 സ്ക്വയർ 8 സ്ക്വയർ 16 സ്ക്വയർ 32 സ്ക്വയർ. അപ്പോൾ ഇവിടെ എത്ര വരുന്നത്? 64 1 പോകണം. 63 ഇവിടെ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ 2 സ്ക്വയർ മൈനസ് 1 4 സ്ക്വയർ മൈനസ് 1 8 സ്ക്വയർ മൈനസ് 1 16 സ്ക്വയർ മൈനസ് 1 32 സ്ക്വയർ മൈനസ് 1 അങ്ങനെയാണ് ആ ശ്രേണി പോയിരിക്കുന്നത്. 2ന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കുക, 4ന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കുക, 4 2 8 8ന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കുക, 2 2 16 16ന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറച്ച് അങ്ങനെ ഈ ശ്രേണി പോയേക്കുന്നത്. പിന്നെ 16 2 32 32ന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കുക. ഇവിടെ 64 മൈനസ് 1 63 വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കാണാനുള്ള ഒരു എളുപ്പ വഴി, ആദ്യം 5ന്റെ സ്ക്വയർ എഴുതുക, അതായത് 25. പിന്നെ ഇവിടെയുള്ള സംഖ്യ 2, അതിന്റെ അടുത്ത സംഖ്യയും കൂടെ ഗുണിച്ചെഴുതുക. 2 ഗുണം 3 6 125. ഇനി 5ന്റെ സ്ക്വയർ എഴുതുക. പിന്നെ ഇവിടെ എത്ര ഉള്ള 3 3ഉം തൊട്ടടുത്ത സംഖ്യയും കൂടെ ഗുണിച്ചെഴുതുക. 3 4 കൂടെ ഗുണിച്ചാൽ 12 1225 80. അങ്ങനെ 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ ഇങ്ങനെ കാണാം. 85ന്റെ സ്ക്വയർ ആദ്യം 5ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ 8ഉം തൊട്ടടുത്ത സംഖ്യ കൂടെ ഗുണിക്കുക. 8 9 72 അത് ഇടത്ത സൈഡിൽ എഴുതുക. 45ന്റെ സ്ക്വയർ എങ്ങനെ കാണാം? 5ന്റെ സ്ക്വയർ 25 4ഉം തൊട്ടടുത്ത സംഖ്യ 4ഉം 5ഉം കൂടെ ഗുണിച്ച് ഇവിടെ എഴുതുക ഇടത്ത സൈഡിലായിട്ട് 2025. 55ന്റെ സ്ക്വയർ എങ്ങനെ കാണാം? അതുപോലെ 5ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ ഇവിടെയുള്ള സംഖ്യ 5 5ഉം അടുത്ത സംഖ്യ 6ഉം കൂടെ ഗുണിച്ചിട്ട് ഇവിടെ എഴുതുക 1025. ഇവിടെ ഈ ശ്രേണിയിൽ 35 210 1050 4200 ക്വസ്റ്റ്യൻ മാർക്ക് നമുക്കറിയില്ല, അവിടെ ഫില്ല് ചെയ്യണം. ബ്ലാങ്കിൽ ഫില്ല് ചെയ്യുക. അതായത് ഇവിടെ എങ്ങനെ ഈ ശ്രേണി പോയേക്കുന്നതെന്ന് നോക്കാം. 35ഉം 6ഉം കൂടെ ഗുണിച്ചപ്പോൾ 210 കിട്ടി. 210ഉം 5ഉം കൂടെ ഗുണിച്ചപ്പം 1050 കിട്ടി. 6 ഗുണിച്ചു 5 ഗുണിച്ചു. ഇനി 1050ഉം 4 കൂടെ ഗുണിച്ചപ്പോൾ 4200 കിട്ടി. ഇനി 4200ഉം 6 ഗുണിച്ചു 5 ഗുണിച്ചു 4 ഗുണിച്ചു. ഇനി 3 ഗുണിക്കണം. ഈ 4200 3 കൂടെ ഗുണിക്കുക. അപ്പൊ 12600 കിട്ടും. ഇനി 12600ഉം ഈ 12600ഉം 2ഉം കൂടെ ഗുണിക്കുക. 35ന്റെ കൂടെ 6 ഗുണിച്ചപ്പോൾ 210 കിട്ടി. 210ന്റെ കൂടെ 5 ഗുണിച്ചപ്പോൾ ഇവിടെ 6 ഗുണിച്ചു, ഇവിടെ 5 ഗുണിച്ചു, ഇവിടെ 4 ഗുണിച്ചു. ഇനി 6 ഗുണിച്ചു 5 ഗുണിച്ചു 4 ഗുണിച്ചു. ഇനി 3 ഗുണിക്കണം, അതായത് 12600 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 12600 പിന്നെ 2 വെച്ച് ഗുണിക്കുമ്പോൾ 25200. ആ രീതിയിലാണ് ശ്രേണി പോയേക്കുന്നത്. ഈ സംഖ്യ 6 വെച്ച് ഗുണിച്ചു, പിന്നെ ഈ സംഖ്യ 5 വെച്ച് ഗുണിച്ചു, പിന്നെ 4 വെച്ച് ഗുണിച്ചു, പിന്നെ 3 വെച്ച് ഗുണിച്ചു വേണം ഇവിടെ എഴുതാൻ. 4200 3 വെച്ച് ഗുണിച്ചു, അതായത് 12600 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം.
ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ധാരാളം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ PSC എക്സാംസ്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് മുൻനിരയിലെത്താൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.